തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന സൂചന. സമാന ചിന്താഗതിക്കാരായ ആളുകളെ ഉൾപ്പെടുത്തി കൂട്ടായ്മ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ അണ്ണാമലൈ പ്രസ്താവിച്ചിരിക്കുന്നത്. മക്കൾ ശക്തി ഇയക്കം എന്ന സംഘടന ആണ് അണ്ണാമല രൂപീകരിക്കുന്നത് എന്നറിയുന്നു. ത്രിഭാഷാ നയത്തെ ചൊല്ലി കേന്ദ്രവുമായുള്ള അഭിപ്രായ വ്യത്യാസം അണ്ണാമലയെ പരസ്യമാക്കിയിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി CBSEയുടെ ത്രിഭാഷാ നയം നടപ്പിലാക്കുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നേരത്തെ തന്നെ അണ്ണാമലൈ ബി.ജെ.പി. നേതൃത്വമേ അത്ര രസത്തിലല്ല. അവിടെയാണ് പുതിയ സംഘടന വരുന്നത്. സജിത്ത്, എന്താണ് കരുതേണ്ടത്? ബി.ജെ.പി. വിടാനുള്ള നീക്കമാണോ അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന്? തമിഴ്നാട്ടിലതൊരു ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകുമല്ലോ, സംശയമില്ല. രഞ്ജിത്ത്, അണ്ണാമലൈ ബി.ജെ.പിയുമായി അകൽച്ചയിലാണ്. കുറേ നാളുകളായി, പ്രത്യേകിച്ച് AIDMKയുമായി സഖ്യം ചേർന്നത് മുതൽ വലിയ അകൽച്ചയുണ്ട്. ആ അകൽച്ചയ്ക്ക് ഒടുവിലാണിപ്പോൾ അണ്ണാമലൈ ബി.ജെ.പി. ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പി. വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. ബി.ജെ.പി. നേതൃത്വം ഇത് നിഷേധിക്കുന്നുണ്ട്. അണ്ണാമലൈക്ക് നാഷണൽ പോസ്റ്റുകൾ കിട്ടും, അദ്ദേഹത്തെ ആ രീതിയിൽ പരിഗണിക്കുമെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ അണ്ണാമലൈയുമായി അടുത്ത കേന്ദ്രങ്ങൾ അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെമ്പാടും അണ്ണാമലൈക്ക് ഈ തരത്തിൽ പിന്തുണ നൽകിക്കൊണ്ടുള്ള ബദൽ നീക്കത്തിനുള്ള ആഹ്വാനങ്ങൾ സജീവമായി കഴിഞ്ഞു. 2001 മുതൽ 2005 വരെ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു പുതിയ മുഖമായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അണ്ണാമലൈ. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മാറ്റമുണ്ടാവുന്നത്. പുതിയൊരു നീക്കം, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തമിഴക രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്കൊരു ഇളക്കമുണ്ടാക്കി ഒരു പുതിയ നീക്കം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അണ്ണാമലൈ എന്ന യുവ IPS ഓഫീസറിൽ നിന്നുമുണ്ടായത്. അദ്ദേഹം ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലെത്തുന്നു. ഒടുവിലത് ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ അദ്ദേഹം തമിഴകത്തൊരു പുതിയ നീക്കം, ദ്രാവിഡ പാർട്ടികൾക്ക് ബദലായി ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിനായിരുന്നു അണ്ണാമലൈ തുടക്കമിട്ടത്. വലിയ തരംഗമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ കൂടിയും ഒടുവിലത് എത്തുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് AIDMKയുമായുള്ള ബി.ജെ.പിയുടെ സഖ്യമായി മാറുന്നു. അതേസമയം അണ്ണാമലൈ AIDMKയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ അകൽച്ച ശക്തമാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയുടെ ചില നയങ്ങളെ, കേന്ദ്ര സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളെ വിമർശിച്ചുകൊണ്ട് അണ്ണാമലൈ രംഗത്ത് വന്നു എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കൂടുതൽ ശക്തി പകരുന്നത്. ഒന്ന്, CBSEയുടെ 9ാം ക്ലാസ്സിലെ ഈ ത്രിഭാഷാ തീരുമാനവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുകളുണ്ട്. മാത്രമല്ല, നിരന്തരമായി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്ന വ്യക്തിയാണ് അണ്ണാമലൈ. പക്ഷേ കുറേ നാളുകളായി അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. മൻ കി ബാത്ത് അടക്കമുള്ള നരേന്ദ്രമോദിയുടെ പോസ്റ്റുകളും മറ്റ് നീക്കങ്ങളും ഒന്നും ഷെയർ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് അണ്ണാമലൈ ബി.ജെ.പിയുമായി കൂടുതൽ അകന്നു എന്ന നീക്കത്തിലേക്ക്, എന്ന ഒരു ധാരണയിലേക്ക് തന്നെ വരുന്നത്. എന്തായാലും അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കുന്നുവെന്ന് തന്നെയാണ് തമിഴകത്ത് നിന്നും വരുന്ന സൂചന. അങ്ങനെയെങ്കിൽ TVKയ്ക്ക് ശേഷം തമിഴകത്തൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉദയം ചെയ്യുമോ, അതിൻ്റെ നയപരിപാടി എന്തായിരിക്കുമെന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് അറിയാനിരിക്കുന്നത്. എന്തായാലും അണ്ണാമലൈ എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ബി.ജെ.പിക്ക്. ആ പ്രതീക്ഷ കൈവിട്ട് അണ്ണാമലൈക്ക് പുതിയൊരു രാഷ്ട്രീയ നീക്കം തമിഴകത്ത് നടക്കുമ്പോൾ ഇനി വരാനിരിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയമാണോ, എന്താണ് അണ്ണാമലയുടെ നീക്കമെന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.